ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഒരു പലഹാരം നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് റാഗിപ്പൊടിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. ഒരുപാട് തിളച്ചതായിരിക്കരുത്, എന്നാൽ ഒരുപാട് ചൂടാറിയതായിരിക്കരുത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. മാവൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തുള്ള 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി നല്ലപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാള നല്ലപോലെ വഴഞ്ഞ് കിട്ടാനായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കമാണ് കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മഞ്ഞയോ ചുവപ്പോ ഏത് ക്യാപ്സിക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പച്ച തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് കളറാണോ ഉള്ളത് അതും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ ക്യാപ്സിക്കൊക്കെ നല്ല പോലെ വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് അടച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ആ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരും. ഇപ്പോൾ ഇതാ ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നന്നായി ഉടഞ്ഞ് തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതൊന്ന് കുറച്ചധികം മാവ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണ് വലിപ്പം അതുപോലെ എടുക്കുക. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അതാ നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിക്കിൽ വെച്ച് കൊടുക്കാതെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത്. നമുക്ക് ആ റൗണ്ട് ഷേപ്പിന് ആവശ്യമായിട്ടുള്ളത് മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വേറൊന്നും കൂടെ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടേ നല്ല പോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡും നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ചുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കേക്ക്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കറി പോലും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ റാഗിയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. എപ്പോഴും ഈ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.